കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ നീലേശ്വരം മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. കേരളത്തിലെ രണ്ടാമത്തെ റീച്ചും മൂന്നാമത്തെ റീച്ചും ഏറ്റെടുത്ത് നടത്തുന്നത് മേഘ കമ്പനിയാണ്. നമ്മളങ്ങനെ നീലേശ്വരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നീലേശ്വരത്ത് വരുന്ന അണ്ടർ പാസേജ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നിലവിൽ നമ്മൾ കാണുന്നത്. ഈ പെട്രോൾ സ്റ്റേഷൻ്റെ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണടിച്ച് ഉയർത്തിയതിന് ശേഷം മറുവശത്ത് ഇപ്പോൾ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടില്ല. സർവീസ് റോഡ് റെഡിയാക്കിയതിന് ശേഷം ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തുന്നതായിരിക്കും. നിലവിൽ ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ രണ്ട് വശത്തായിട്ടും ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് മതിലുകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് കാര്യമായ വർക്ക് പുരോഗതി നമുക്ക് നീലേശ്വരം ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ 3 മാസം മുമ്പാണ് ഈ ഭാഗത്തുള്ള വീഡിയോസ് ചെയ്ത കേട്ടോ. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ സർവീസ് റോഡിൻ്റെ വർക്കും ബാക്കിയുണ്ട് കേട്ടോ. നിലവിൽ നമുക്ക് ഇടതുഭാഗത്തായിട്ട് ഇവർ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ നീലേശ്വരം ടൗണിലോട്ട് പോകുമ്പോൾ ചെറിയൊരു അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് ഇതിൽ കൂടി ബസ്സിന് പോകാൻ കഴിയുമോ എന്നത്. അപ്പോൾ ഒരു ബസ്സിന് ഒരു സമയം പോകാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇവിടെ ഈ അണ്ടർ പാസേജ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനിയും ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നീലേശ്വരം ടൗണിലോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ വർക്ക് ഏകദേശം 85% വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റീച്ചിലെ വർക്ക് നിലവിലിപ്പോൾ തകൃതിയിൽ പല ഭാഗത്തും നടക്കുകയാണ്. എന്തായാലും വർക്ക് അത്ര ഫാസ്റ്റ് അല്ല, കുറച്ച് സ്ലോ ആയിട്ടാണ് വർക്ക് നടക്കുന്നത്. നമ്മൾ ഈ പാലം നീലേശ്വരം പാലത്തിൻ്റെ മുൻവശത്തായിട്ട് ഇവിടെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നിലവിൽ വർക്കൊന്നും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിലവിലുള്ള ദേശീയപാതയിലൂടെയാണ് ഈ പാലത്തിൽ കൂടിയാണ്, പഴയ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. ഇവിടെ പാലത്തിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഗേഡറുകൾ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. അത് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇതുവരെയും മണ്ണടിച്ച് ഉയർത്തുന്ന വർക്ക് തുടങ്ങിയിട്ടില്ല. നമുക്ക് ഈ പുഴയിൽ മണ്ണടിച്ച് ഇവർ ഇട്ടിരിക്കുന്ന ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. വെള്ളത്തിന് ഒഴുകാൻ വേണ്ടിയിട്ട് ചെറിയ പൈപ്പ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വർക്ക് കഴിയുന്നതോടുകൂടി ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ്. പലയിടത്തും ഈ പുഴയിലുള്ള പാലത്തിൻ്റെ നിർമ്മാണത്തിൽ മണ്ണെടുത്ത് പുഴയിൽ ഡ്രഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലയിടങ്ങളിലും പ്രകൃതി സ്നേഹികളും ഈ പുഴ സ്നേഹികളൊക്കെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ നീലേശ്വരം പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് ഇതാ ഇനി ഗേഡറുകൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കാൻ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിൽ ഇവിടെ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമാണ് കേട്ടോ. ഈ പുഴക്കരയായതുകൊണ്ട് ചതുപ്പുള്ള പ്രദേശമാണ്. നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ട് രണ്ട് വശത്തായിട്ടും ഈ കോൺക്രീറ്റ് വാളുകൾ ഉപയോഗിച്ചിട്ടാണ് ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇടത് ഭാഗത്തായിട്ട് നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഡ്രെയിനേജിൻ്റെ വർക്കും ഇവിടെ നടക്കുകയാണ്. ഇത് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ഏകദേശം വർക്ക് കുറച്ചായിട്ട് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മേഘയുടെ ആദ്യത്തെ റീച്ചാണ് ഈ ചെങ്കള നീലേശ്വരം റീച്ച്. അത് കഴിഞ്ഞ് നമ്മളെ നീലേശ്വരം മുതൽ കുറ്റിക്കോൾ വരെയുള്ള റീച്ചിലെ വർക്കും നിലവിലിപ്പോൾ തകൃതിയിൽ നടക്കുകയാണ്. ഇവിടെ കുറച്ച് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടത് ഭാഗത്തായിട്ട് നല്ല ഉയരത്തിൽ മണ്ണടിച്ചിട്ട് ഉയർത്തിയിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. കൂടാതെ രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൽ കൂടിയാണ് വാഹനങ്ങൾ നമ്മളെ കണ്ണൂർ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടത് ഭാഗത്തായിട്ട് ഇനിയും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ ഇതിൽ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടൻ ഈ ഭാഗത്തായിട്ട് മണ്ണടിച്ച് ഈ മൂന്നൂരി പാതയെ കൂടി ഉയർത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ നമ്മൾ പടന്ന പോകുന്ന ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്.
വാഹനഗതാഗതത്തിനായിട്ട് നേരത്തെ തുറന്നു കൊടുത്തതാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനിയും മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് കഴിയാൻ ബാക്കിയുണ്ട്. ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലതു ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്കാണ് നിലവിൽ നടക്കുന്നത്. കൂടാതെ ഇനി സർവീസ് റോഡും സെറ്റാക്കാൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സർവീസ് റോഡ് രണ്ട് വശത്തും തുറന്ന് കൊടുത്തതിന് ശേഷമായിരിക്കും ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഈ 6 വരിപ്പാത നിർമ്മാണം പുരോഗമിക്കുക. ഇവിടെ മുതൽ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡും റെഡി ആയിട്ടുണ്ട്, 6 വരിപ്പാതയും റെഡി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ പടന്നക്കാട് ടൗൺ ഭാഗത്തോളം ഈ റോഡിൻ്റെ വർക്കൊക്കെ നേരത്തെ ഫിനിഷ് ആയതാണ്. എന്നിരുന്നാലും വാഹനം 3 വരിപ്പാതയിൽ കൂടിയാണ് ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ട്രക്കുകൾ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. പല ഭാഗത്തും ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ട്രക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ഇടങ്ങളിലൊക്കെ ഈ ട്രക്ക് ലേബൈ കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പടന്നക്കാട് നെഹ്റു കോളേജിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ ഇടമാണ്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് ഇനി ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം ഇതുവരെയായിട്ട് ഈ ഭാഗത്ത് തുടങ്ങിയിട്ടില്ല. ഇനി നടപ്പാതയുടെ നിർമ്മാണമാണ് ഈ ഭാഗങ്ങളിലൊക്കെ നടക്കാൻ ബാക്കിയുള്ളത്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് ഇടതുവശത്തുള്ള 3 വരിപ്പാതയിൽ കൂടിയാണ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പടന്നക്കാട് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. കൂടാതെ 2 ഭാഗത്തായിട്ടും ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. നമ്മൾ പടന്നക്കാട് ടൗൺ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യമായ വർക്ക് പുരോഗതി ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. പടന്നക്കാട് റെയിൽവേ ആർ ഒ ബിൻ്റെ ഭാഗത്ത് 2 ഭാഗത്തായിട്ട് ഇവർ സ്പാനിൻ്റെ വർക്ക് തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇവിടെ 2 ഭാഗത്തായിട്ടും നമുക്ക് ഇവർ ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാണെന്ന് തോന്നുന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുഴി എടുത്തിട്ട് ഫൗണ്ടേഷൻ വർക്ക് നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പടന്നക്കാട് ടൗണിൽ കാര്യമായ വർക്ക് നമുക്ക് ഇതുവരെയായിട്ടും നടന്നതായി കാണാൻ സാധിക്കുന്നില്ല. അത് കഴിഞ്ഞ് ആർ ഒ ബിൻ്റെ വർക്ക് ഇതുവരെയായിട്ട് നേരത്തെ മണ്ണടിച്ച് സെറ്റാക്കിയിട്ട് ഇവർ ഈ തൂണിൻ്റെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞതല്ലാണ്ട് കാര്യമായ വർക്ക് ഇതുവരെയായിട്ടും സ്റ്റാർട്ടായിട്ടില്ല. റെയിൽവേയുടെ അനുമതിക്കായിട്ട് കാത്തു നിൽക്കുകയാണോ എന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അറിയാവുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ചെറിയൊരു അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വലതു ഭാഗത്തായിട്ട് കാണാം. അപ്പോൾ നേരത്തെ ഈ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള പാലത്തിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗേഡറുകൾ ഇവിടെ വർക്ക് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന ദൃശ്യമാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം നേരത്തെ ഈ ഭാഗത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഇല്ലായിരുന്നു. അപ്പോൾ ട്രെയിനുകൾ കടന്നു പോകുമ്പോൾ ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെട്ടിരുന്ന സ്ഥലമാണ്. നമുക്കൊക്കെ അറിയാം നീലേശ്വരം പള്ളിക്കരയിൽ വന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഇവിടെ 780 മീറ്ററിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 68 കോടി രൂപക്കാണ് അവിടെ മേൽപ്പാലം നിർമ്മിച്ചത്. അവിടെ രൂപരേഖയിൽ വന്ന മാറ്റവും തുക അനുവദിക്കുന്നതിനുള്ള തടസ്സവും റെയിൽവേയുടെ എതിർപ്പും കാരണം ഒരുപാട് വർഷങ്ങൾ അവിടെ വർക്കുകൾ നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. പടന്നക്കാട് ആർ ഒ ബി കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മൾ ഈ വലതു ഭാഗത്ത് മണ്ണടിച്ച് സെറ്റാക്കിയിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ വർക്കുകൾ കഴിഞ്ഞതാണ്. കൂടാതെ ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട്. കാര്യമായ വർക്ക് പിന്നെ ഈ ഭാഗത്ത് നടന്നിട്ടില്ല. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മൾ ഈ ആർ ഒ ബി കഴിഞ്ഞ് നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള ഭാഗത്ത് സ്ട്രൈറ്റ് റോഡാണ്. ഏകദേശം 1.5 കിലോമീറ്റർ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ നമ്മളെ ഈ വലതു ഭാഗത്തായിട്ട്. കൂടാതെ ഈ വലതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടന്നതാണ്. നടപ്പാതയുടെ നിർമ്മാണമാണ് ഈ ഭാഗത്ത് ഇനി നടക്കാൻ ബാക്കി. ഈ ഭാഗങ്ങളിലായിട്ട് ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളാണ് നമ്മൾ ഈ വലത് ഭാഗത്തുള്ള റോഡിൽ നിരത്തി വെച്ചിരിക്കുന്നത് കാണുന്നത്.
അപ്പോൾ ഇവിടെ മുതൽ 3 വരി പാതയാണ് പൂർണ്ണമായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. അത് കൂടിയാണ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. 2 ഭാഗത്തായിട്ടും ഇവിടെ നിലവിൽ സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലത് ഭാഗത്തുള്ള റോഡിൽ ഗതാഗതം പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ചിലയിടങ്ങളിൽ ബാക്കിയുണ്ട്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് വർക്ക് ബാക്കിയുണ്ട്. ഇനി ലൈറ്റിങ്ങിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. കൂടാതെ നടപ്പാതയുടെ നിർമ്മാണം ബാക്കിയുണ്ട്. നേരത്തെ കഴിഞ്ഞതാണ് ഈ ഭാഗത്തുള്ള വർക്ക്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിനുശേഷം കാര്യമായ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കൂടാതെ നമ്മളെ കാഞ്ഞങ്ങാട് സൗത്തിൽ വരുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് ഇനി മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നിലവിൽ നടക്കുന്നത് കേട്ടോ. നേരത്തെ ആ ഭാഗത്ത് വർക്ക് കഴിഞ്ഞത്, വർക്ക് ലാഗാണ് ആ ഭാഗത്തൊക്കെ. എന്നിരുന്നാലും നിലവിൽ ആ ഭാഗത്ത് വർക്ക് നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഒരു വർക്കറും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെയൊക്കെ നടപ്പാതയുടെ നിർമ്മാണം ഇനി നടക്കാൻ ബാക്കിയുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്, ലൈറ്റിംഗ് വർക്ക്, അങ്ങനെയുള്ള വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ദേശീയപാത അതോറിറ്റി അവർക്ക് നൽകിയ സമയം മെയ് മാസം വരെയാണ്. അതിനു മുമ്പ് വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് നല്ല ഫാസ്റ്റാണ്. കാഞ്ഞങ്ങാട് സൗത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് ഇവിടെ മുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ പാലത്തിന് മുകളിലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് വാഹനങ്ങൾ, ട്രക്കുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ പെയിൻറ്റിങ് വർക്കുകളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. നമ്മൾ ഈ കാണുന്ന എലിവേഷൻ ടൈപ്പാണ് വരുന്നത്. 2 ഭാഗത്തോട്ടും റോഡ് ഇപ്പോൾ ചരിഞ്ഞിട്ടാണ്. സെൻറ്ററിൽ നിന്ന് നല്ല താഴ്ചയിലാണ് 2 വശത്തോട്ടും റോഡ് പോകുന്നത്. അപ്പോൾ സൂപ്പർ എലിവേഷൻ ടൈപ്പിലാണ് പല ഭാഗത്തും റോഡുകൾ നിർമ്മിക്കുന്നത്, മഴവെള്ളത്തിനൊക്കെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ മുതൽ നമുക്ക് കാണാൻ സാധിക്കും ചരിഞ്ഞിട്ടാണ് കേട്ടോ റോഡ് വരുന്നത്. അപ്പോൾ കാഞ്ഞങ്ങാട് സൗത്തിൽ ജംഗ്ഷനിലുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നിലവിൽ ഇപ്പോൾ നടക്കുകയാണ്. മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് അവിടെ നടക്കുന്നത്. നമുക്കൊക്കെ അറിയാം, കാഞ്ഞങ്ങാട് ടൗണിൽ കൂടി കാസർഗോഡിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണ് KSTP റോഡാണ്. ഇടത് ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത്. കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ആറങ്ങാടി അണ്ടർ പാസേജ് വരെ ഇവിടെ റോഡിൻ്റെ വർക്കുകൾ അല്പം ലാഗോട് കൂടിയാണ് നടക്കുന്നത്. നിലവിൽ ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്ക് നടക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നീലേശ്വരം മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. പുതിയൊരു ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സുമായി വരാം. അതുവരേക്കും ബൈ.